വേണ്ട ആ നീല മുണ്ടെടുത്ത ചങ്ങായി അവിടെ ഞെളിഞ്ഞു കിടക്കുന്നത്. ആടോ ആ വീടിന്റെ അവകാശിയായിട്ടുള്ള കുട്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. മരിച്ചുപോയ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആരോ വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. ആ വീട്ടില് അതിലൊരു മൂത്ത മകൻ ആ വീടിന്റെ അവകാശി ചെന്ന് കയറുന്ന സമയത്ത് ഒരു ഡോറ് തുറക്കുമ്പോൾ ഒരു നീല മുണ്ടെടുത്ത് തുറക്കുന്ന ഒരു ചങ്ങായി അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും അറ്റ്ലീസ്റ്റ് ആ ചെക്കനൊന്നും ഒന്ന് ബഹുമാനിക്കണമെന്ന് ഞാൻ പറയണില്ല. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അവിടെ ആ ഞെളിഞ്ഞാട്ട കട്ടുമ്പോ കയറി കിടക്കുന്നുണ്ട് ഈ ചങ്ങായി. ആ കോണ്ടാക്ട് ചെയ്ത വ്യക്തി പറഞ്ഞെന്താ അറിയോ, ആ വീടിന്റെ കംപ്ലീറ്റ് കൺട്രോള് ഇവരുടെ കയ്യിലാണ്. ഈ രേണു സുധിയുടെ അമ്മയും ബാക്കിയുള്ള ആ ഫാമിലിയുടെ കയ്യിലാണ് ആ വീടിന്റെ കംപ്ലീറ്റ് അമ്മച്ചിയുടെ ഇന്നലെ വന്ന ഞേട്ടായി ഇതുപോലൊന്നല്ല, ആ ചേട്ടായിയുടെ വീടാണത് ഇന്നലെ വന്ന ഞേട്ടായി. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. വേണ്ട ആ നീല മുണ്ടെടുത്ത ചങ്ങായി അവിടെ ഞെളിഞ്ഞു കിടക്കുന്നത്. ആടോ ആ വീടിന്റെ അവകാശിയായിട്ടുള്ള ആ കുട്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കണം. അതിന്റെ ഉള്ളിലേക്ക് കേറാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.